അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 3 ഫിഖ്ഹുൽ ഇസ്ലാമി. അതിലെ രണ്ടാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിഖ്ഹുൽ ഇസ്ലാം അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും തദ്രീബാത്ത് നമ്മൾ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 3 ഫിഖ്ഹുൽ ഇസ്ലാം, അതുപോലെ തന്നെ ദുറൂസുൽ ഇസ്ലാം, തജ്വീദുൽ ഖുർആൻ, ഇതിൻ്റെ എല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഫുൾ പാഠങ്ങളുടെയും തദ്രീബാത്ത് വർക്കുകൾ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ വേണമെങ്കിൽ മുന്ന ഷാഹിൽ EDO എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷൻ എടുത്തിട്ട് അതാത് സബ്ജക്റ്റുകൾ എടുത്ത് നോക്കാം. വീണ്ടും നമ്മൾ ഈ പാഠങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ച് തദ്രീബാത്ത് വർക്കുകൾ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, അതെല്ലാം നോക്കുന്നതിനാണ്. അപ്പോൾ നമുക്ക് പാഠം നോക്കാം. അദ്ദറസു സാനി, രണ്ടാമത്തെ പാഠം, മാ ഉൻ തഹൂർ. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ വരൂ, ഉപ്പ വിളിച്ചു. അസ്മാവ് മോളും സഹോദരനും ബീച്ചിൽ കളിക്കുകയായിരുന്നു. അസറിന്റെ അദാൻ മുഴങ്ങി. നമുക്ക് വുളു ചെയ്ത് നിസ്കരിക്കാം. രണ്ടുപേരെയും കൂട്ടി ഉപ്പ കടൽ തീരത്തേക്ക് നടന്നു. കടൽ വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്താൽ ശരിയാകുമോ? അത് ഉപ്പുവെള്ളമല്ലേ? അസ്മാവ് ചോദിച്ചു. അതെ, ശരിയാകും. കടൽ വെള്ളം, കിണറ്റിലെ വെള്ളം, പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം തുടങ്ങിയവ തഹൂറാണ്, ഉപ്പ പറഞ്ഞു. നാരങ്ങ വെള്ളം, ഇളനീർ എന്നിവ ഉപയോഗിച്ച് വുളു ചെയ്യാൻ പറ്റുമോ? ഉവൈസ് ചോദിച്ചു. അവ തഹൂറായ വെള്ളമല്ല, ത്വാഹിറായ വെള്ളമാണ്. വെള്ളം തഹൂറായിരിക്കൽ വുളുഇന്റെ ഷർത്താണ്. മുസല്ല വിരിച്ച് അവർ ജമാഅത്തായി നിസ്കരിച്ചു. വുളുഇന്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉപ്പ ചോദിച്ചു. വുളുഇന്റെ ഷർത്തുകൾ 5 അസ്മാവ് പറഞ്ഞു. ഇനി നമ്മൾ ആ 5 ഷർത്തുകളാണ് നോക്കുന്നത്. നോക്കൂ. 1. തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. 2. കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. 3. വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4. വെള്ളം ചേരുന്നത് തടയുന്ന പെയിന്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5. നിലയ്ക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിന്റെ സമയമാവുക. നഖത്തിനടിയിൽ ചെളിയുണ്ടായാൽ വെള്ളം ചേരുമോ? ഉപ്പ ചോദിച്ചു. ഇല്ല, ഉവൈസ് പറഞ്ഞു. അവർ വീട്ടിലെത്തി. അൽഹംദുലില്ലാ, ഉപ്പ പറഞ്ഞു. അപ്പോൾ മക്കൾ ഈ പാഠം നന്നായി വായിക്കുക. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വുളുഇന്റെ ഷർത്തുകളൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നോക്കൂ. വ അൻസൽന മിനസ് സമാഇ മാഅൻ തഹൂറ. അതിന്റെ അർത്ഥം എന്താണ്? ആകാശത്ത് നിന്ന് തഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. വുളു ചെയ്യാൻ ഏത് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്? ഉത്തരം തഹൂറായ വെള്ളം. രണ്ടാമത്തെ ചോദ്യം, വുളുഇന്റെ ഷർത്തുകൾ എത്ര? ഉത്തരം വുളുഇന്റെ ഷർത്തുകൾ 5 മൂന്നാമത്തെ ചോദ്യം, വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന 3 വസ്തുക്കളുടെ പേര് എഴുതുക. ഉത്തരം സോപ്പ്, ചായം, മഷി. നാലാമത്തെ ചോദ്യം, സമയമായതിനു ശേഷമേ വുളു ചെയ്യാവൂ. ആര്? ഉത്തരം നിലയ്ക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർ. അഞ്ചാമത്തെ ചോദ്യം, വെള്ളം ചേരുന്നത് തടയുന്ന 3 വസ്തുക്കളുടെ പേരെഴുതുക. ഉത്തരം പെയിന്റ്, ടാർ, ക്യൂടെക്സ്. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബുൽ മഅന, അർത്ഥം എഴുതാനുള്ളതാണ്. 1. മാ ഉൻ തഹൂർ, അതിന്റെ അർത്ഥം സ്വയം ശുദ്ധിയുള്ള വെള്ളം. 2. വ അൻസൽന മിനസ് സമാഇ മാഅൻ തഹൂറ, അതിന്റെ അർത്ഥം ആകാശത്ത് നിന്ന് തഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തഷിഫ്, കണ്ടെത്താനുള്ളതാണ്. അതിലെ ഒന്നാമത്തേത് നോക്കൂ. തഹൂറായ വെള്ളത്തിന് പാഠത്തിൽ കൊടുത്ത ഉദാഹരണം കണ്ടെത്തുക. പുതിയ 2 എഴുതുക.
അപ്പോൾ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം നോക്കാം. നോക്കൂ, കടൽ വെള്ളം, കിണറ്റിലെ വെള്ളം, പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം. അപ്പോൾ ഇത്രയും നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ 2 പുതിയ ഉദാഹരണമാണ് കണ്ടെത്തുന്നത്. നോക്കൂ, തോട്ടിലെ വെള്ളം, കായൽ വെള്ളം. അപ്പം നിങ്ങളത് അവിടെ കൃത്യമായിട്ട് എഴുതുക. നക്തഷിഫ് അതിലെ രണ്ടാമത്തത്, ത്വാഹിറായ വെള്ളത്തിന് പാഠത്തിൽ കൊടുത്ത ഉദാഹരണം കണ്ടെത്തുക. പുതിയ 2 എണ്ണം എഴുതുക. അതിൻ്റെ ഉത്തരം നോക്കൂ, നാരങ്ങ വെള്ളം, ഇളനീർ വെള്ളം. ഇത് രണ്ടും നമുക്ക് പാഠത്തിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് പുതിയ 2 എണ്ണം എഴുതാം. നോക്കൂ, ചായ, കഞ്ഞിവെള്ളം. മക്കൾ അവിടെ കൊടുത്തിരിക്കുന്ന സ്ഥലത്തിൽ അത് കൃത്യമായിട്ട് തെറ്റാതെ വൃത്തിയായിട്ട് അവിടെ എഴുതുക. ഇനി നോക്കൂ, നക്തഷിഫ് അതിലെ മൂന്നാമത്തത്, വുളൂഇന്റെ 5 ഷർത്തുകൾ എഴുതുക. അപ്പോൾ നമ്മൾ പാഠത്തിൽ തന്നെ 5 ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് വൃത്തിയായിട്ട് ഇവിടെ എഴുതാം. നോക്കൂ, 1 തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. 2 കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. 3 വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4 വെള്ളം ചേരുന്നത് തടയുന്ന പെയിന്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5 നിലയ്ക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിന്റെ സമയമാവുക. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.